എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് പാനിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഇന്നലത്തെ വിശേഷം എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ആൾക്കാരെ കുറേ പേരൊക്കെ പരിചയപ്പെട്ട് ഭയങ്കര സന്തോഷമായി ഇന്നലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഒന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച സമയത്ത് ആദ്യം കുറച്ച് ഇതായിരുന്നു, പക്ഷേ പിന്നീട് അവർ ഓക്കെ ആയി. പിന്നെ അവർ നമുക്ക് കൊണ്ട് ചായയൊക്കെ തന്ന് നമ്മുടെ സന്തോഷമൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല അവിടെ ടെൻ്റ് അടിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുക്കണോണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ചിരുന്നല്ല. അപ്പോൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണേണ്. ഏകദേശം രാവിലെ ഒരു 6:30 അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേണ്. ഇറങ്ങിയിട്ട് നേരെ പാനിപ്പത്ത് നിന്ന് നേരെ ജമ്മു റൂട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇന്ന് ടെൻ്റൊക്കെ ഒന്ന് അഴിച്ചു വെക്കണം. ഡ്രസ്സ് ചെയ്യാൻ നല്ല ഉണക്കാനിട്ടേക്കണായിരുന്നു. അപ്പോൾ എല്ലാം സൈക്കിളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ സൈക്കിളൊക്കെ എല്ലാം ഫുള്ള് സെറ്റാക്കിയേട്ടാ. അപ്പോൾ വെയിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ് വന്നാൽ. അപ്പോൾ അതെ നമ്മുടെ സൈക്കിൾ എവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട് സൈക്കിൾ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കിറ്റിലുള്ളത് എൻ്റെ ഉണങ്ങാത്ത തുണിയാണ് കേട്ടോ. അപ്പം ഇനി അത് പോണേക്ക് ഉണക്കണം. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ചങ്ങ് പോകാനുണ്ട്. അപ്പം എന്തായാലും പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. പമ്പിൻ്റെ അവിടെ നമ്മൾ കുറച്ചങ്ങ് പോകുന്നുണ്ടോ. അപ്പോൾ ചായ കുടിക്കാനാന്ന് വെച്ച് കുറേ ഞാൻ നോക്കി. അപ്പോൾ എവിടെയും കടയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കട കണ്ടുകൊണ്ട് കുറച്ച് ചായ കുടിക്കാനുണ്ടാവും. ഇതാണ്ടോ ഒരു സാധനം, ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ചായയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ എവിടെ വരെ എത്തുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും മാക്സിമം മുന്നോട്ട് പോകാം. ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല വെയിലാണ്. കാരണം നമുക്ക് എവിടെയും തണല് കിട്ടണ്ടാവില്ല. ഇതൊരു നോക്കി ഹൈവേ ആണിത്, ഈ ഒരു കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ചെറിയൊരു തണല് കിട്ടിയത്. കാരണം ഈ ഒരു പാലം പോലെ ഉണ്ട്, അതിൻ്റെ അടിയിലാണ് ഇങ്ങനെ തണല് കിട്ടിയേക്കണം. അപ്പോൾ ഇവിടെ നിർത്തിയേക്കണേ. കാരണം വേറെ എവിടെയും ഒരു തണലില്ല. കണ്ടില്ലേ, അങ്ങാട് നോക്കിയാലും അവിടെ എവിടെ ഇല്ല. അപ്പോൾ അത് കാരണം കുറച്ച് പണിയാണ്. ചവിട്ടിയിട്ട് ഭയങ്കര രീതിയിൽ തളർന്നു പോകുന്നു. അപ്പോൾ ഇനി എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പയ്യെ ഇറങ്ങണം. മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ നോക്കണം കുറച്ച് ദൂരം. വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. കാരണം എൻ്റെ മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സൗണ്ട് സെറ്റാക്കാൻ. പക്ഷേ മൈക്കിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നോയ്സ് നല്ല രീതിയിൽ കേൾക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. മാക്സിമം ഞാൻ നോക്കാം, എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം. നല്ല വെയിലാണ് കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര കുറച്ച് ഷോക്കാണ്. കാരണം വെയിലായതുകൊണ്ട് ഞാനിങ്ങനെ വന്ന വഴിക്ക് കുറച്ച് നേരം പരിചയപ്പെട്ടു. കുറച്ച് നേരം 2 പേരെ പരിചയപ്പെട്ടു. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവർ കണ്ട് നമ്മളെ നിർത്തിച്ച് അവിടെ സംസാരിക്കാൻ വേണ്ടി. ഹായ് ബ്രോ, പ്രവേശ് ശർമ്മ സൈക്ലിസ്റ്റ് സന്ദീപ് നാഥൻ. ഇദ്ദേഹം ഒരു സൈക്ലിസ്റ്റാണ് എന്ന് പറഞ്ഞു. പർവേശ് ശർമ്മ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളൊരു സൈക്ലിസ്റ്റാണ്. പിന്നെ lawyer by profession and cyclist by it's my passion. My profession is teacher and I'm also cyclist by passion. Okay, ഇവർ രണ്ടുപേരും സൈക്ലിസ്റ്റാണ്. പിന്നെ ഇവരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ടീച്ചറും ഒരാൾ ലോയറുമാണ്. അപ്പോൾ ഇവരെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഭയങ്കര സപ്പോർട്ടും. കാരണം നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതേപോലെ ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ ഇത്ര വെയിലത്താണെങ്കിൽ നമ്മളൊന്ന് കുറച്ച് നിർത്തി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടണ വല്ലാത്തൊരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും താങ്ക് യു ബ്രോ. Nice to meet you. Nice to meet you. Thank you. As we have the same passion, I love that you're traveling throughout the India. I love that. Nice. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ബ്രോ. അപ്പോൾ നമ്മളിവിടെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാൽ പുള്ളി പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ കടയിലേക്ക് കൊണ്ടുവന്നാൽ. ഓക്കെ, ഇനി സം ടണ്ട ഈ കുടിക്കാൻ വേണ്ടി നമുക്ക് ഒരു സാധനം മേടിച്ചിട്ടാ. ടാങ്ക്
കാരണം ഞാൻ എന്തെങ്കിലും ഒരു തണുത്ത എന്തെങ്കിലും മതി, കാരണം ഭയങ്കര ചൂടാണ്. നമുക്ക് പണിയുള്ള തണുത്ത വെള്ളം കുടിക്കാൻ ഭയങ്കര ആശ്വാസമാണ്. ചൂടത്ത് ശരിക്കും തണുത്ത വെള്ളം കുടിക്കാൻ കുടിക്കണേക്ക് നല്ലത്, പക്ഷേ നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറയും. ഓ താങ്ക് യു ബ്രോ. ഓക്കെ, സൈക്കിള് അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു തണലുണ്ട്, അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. പാവം. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഇവർ കണ്ട് സംസാരിച്ച് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൂ കേട്ടോ. കാരണം ഇതൊന്നും നമുക്ക് മേടിച്ച് തന്നെ ഒന്നുമില്ല. ഒരു ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ച് വെള്ളം വരെ തണുത്ത വെള്ളം അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചേരം ഇവരേക്കിട്ട് വർത്താനം പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പയ്യെ ഇറങ്ങാം. നല്ല വെയിലുണ്ട്, എത്രമാത്രം നമുക്ക് ചവിട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പരമാവധി ശ്രമിക്കാം. സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുകൊണ്ടാണ്, കാരണം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ്. യാത്ര വന്നിട്ട് അമ്മ ഇറങ്ങുന്നത്. താങ്ക് യു സോ മച്ച്. ഇതിലൊക്കെ മേടിച്ചത് പാവം. നമ്മളിവിടെ തണലത്ത് നിന്നപ്പോൾ കുറച്ച് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വന്നിട്ടാ. കുറച്ച് പിള്ളേരാണ്, ഉമാര് 2 ബൈക്കിനാ വന്നേക്കണം. അപ്പോൾ हाय बोलो, नाम क्या है आपका? यश. आपका? अंकुश. अच्छा, कैसे हो? अच्छा. കാരണം ഇവിടെയൊക്കെ ഫുള്ള് വെയിലും കാര്യങ്ങളാണ്. അപ്പം നമ്മളിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, മാര് കുറച്ച് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തേട്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിളിലാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ഒരു എന്താണ് തണൽ കിട്ടിയോണ്ട് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യണേ. കാരണം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല. നമ്മൾ ടയേർഡായി പോയേ, ഡീഹൈഡ്രേറ്റ് ഒക്കെ ആണ്. അപ്പോൾ പോകണമെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ORS മേടിക്കാമെന്ന് വിചാരിക്കാൻ. അപ്പോൾ ഭയങ്കര ഇത് എന്താ അറിയില്ല, ശരീരം ഫുള്ള് ഭയങ്കര ചൂടെടുത്താകെ എന്താ പറയുക ഒരുമാതിരി ഇതായിട്ടിരിക്കണേ. കാരണം ഇവിടെ മാത്രമേ ഒരു തണലുള്ളൂ, നോക്കിയാണ്ടില്ലേ. പിന്നെ ഇവിടെ ഓരോ മരമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ തണലുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് വെയിലാണ്ടോ അങ്ങാടേക്കൊക്കെ. ഞാൻ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് വെച്ചാൽ അപ്പോൾ ഒരു പുള്ളി വന്ന് നിർത്തി. ഹായ് ഭയ്യ, आपका नाम क्या है आपका? मेरा प्रकाश. आओ, किधर है आपका? आप किधर से हो? बिहार से. बिहार. ഓ ലുധിയാന മേ സ്റ്റേ ചെയ്യാ था. अच्छा. ആളുടെ വണ്ടിയാണ്. ആളിവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്ന് നിർത്തിയതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ നേരം ഇരിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ കാരണം? ഭയങ്കര കഷ്ടമല്ലേ ശരിക്കും സൈക്കിളിനൊക്കെ പോണത്. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു, നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ യാത്ര പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ സൈക്കിളും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കാരണം അങ്ങനെയൊക്കെ പറയാം, പുള്ളിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ കുറേ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞ ആളുടെ വണ്ടിയുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ പുള്ളിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ പോകണേന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിലേക്ക് ഒന്ന് പോകണേന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് പോകുന്നിട്ടാ. അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ധാബയിൽ കയറി. കാരണം വന്നവഴിക്ക് വേറെ കടയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാവിലെ അങ്ങനെ ഒന്നും കഴിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വന്നവഴിക്ക് ധാബ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിടാം. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അവർ റെഡിയാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് റേറ്റ് കുറച്ചാൽ തന്നെ നല്ല രീതിയിൽ റേറ്റ് കുറച്ചാൽ തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ഇതാക്കി. കാരണം ഒരു ഫുഡൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പണിയാണ്. അപ്പോൾ അത് ചെയ്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട റൊട്ടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ട് കേട്ടോ. പിന്നെ അച്ചാർ, ഇവിടുത്തെ അച്ചാറുണ്ട്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. നല്ല കിട്ടിയില്ല കറിയും നല്ല ഒക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ള കാര്യം പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പൈസ കുറച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഫുഡ് എനിക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിയും അത്യാവശ്യം കൊണ്ടിട്ടുണ്ട്. ഇതേപോലെ പറഞ്ഞ അച്ചാർ നല്ല ഉപ്പാണ് ഇതിന്. പക്ഷെ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ.
ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിച്ചാൽ വലിയ പൈസയൊന്നും ആയില്ല, ഡിസ്കൗണ്ട് കിട്ടിയാട്ടാ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, കാരണം ഇനിയിപ്പോൾ കുറച്ച് ദൂരം പോകണം. വെയിലൊന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പറ്റാവുന്ന അത്രയും മാക്സിമം നമുക്ക് കവർ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാം, പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് അങ്ങ് വന്നപ്പോൾ ചെറിയൊരു പണി കിട്ടിയെന്ന് തോന്നട്ടാ. ഡീഹൈഡ്രേറ്റ് ആയി ബോഡി ഫുള്ള്. എനിക്ക് ഭയങ്കര കണ്ണൊക്കെ എന്തോ പോലെ, തലയൊക്കെ ചുറ്റണ പോലത്തെ ഒരു ഫീലായിരുന്നു. കുറച്ച് നേരം ഞാൻ അവിടെ കിടക്കണമായിരുന്നു ഈ പമ്പിൽ വന്നിട്ട്. ഒട്ടും പറ്റാനുള്ള കാരണം ഒരു ഭയങ്കര ക്ഷീണം, ഭയങ്കര ടയേർഡ്. എനിക്ക് ഈ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് എന്താ വീഴാനൊക്കെ പോലെ പോണേ. അപ്പോൾ ഒരു കണക്കിന് ഞാൻ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ആ ഒരു പെട്രോൾ പമ്പിൽ വന്നേക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നുറങ്ങി, കാരണം ഒട്ടും പറ്റണ്ടാകുന്നില്ല. ഭയങ്കര ഷോക്കാണ്. എനിക്ക് എന്താ അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡിൻ്റെ അല്ല കേട്ടോ, ഫുഡ് കൊള്ളാറുണ്ട്, നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് കുറേ ഇങ്ങനെ പോകുന്നു, ചവിട്ടി കുറേ നേരം ചവിട്ടി. ഒരു 20-25 കിലോമീറ്റർ എന്താ ചവിട്ടി ഞാൻ പോകുന്നു. 20 കിലോമീറ്റർ എന്താ പോകുന്നു. അപ്പോഴത്തേക്കും പണിയായി. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ വന്നത്. പക്ഷേ ഒട്ടും പറ്റാണ്ടാവുന്നില്ല. പിന്നീട് എനിക്ക് തല ഇറങ്ങണ പോലെയൊക്കെ തോന്നി. പിന്നീട് ഞാൻ കണ്ടത് ഇവിടെ ഒരു പമ്പ് ഉണ്ടാകും. അപ്പോൾ തന്നെ അപ്പം അങ്ങാടേക്ക് നേരെ കയറി ഇവിടെ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്. വെള്ളമൊക്കെ എൻ്റെ ഒരു ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം കുറച്ചും കൂടെ കുടിച്ച് ഞാൻ ഇവിടെ കിടന്ന് അറിയില്ല, കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്ത് നോക്കണം. നമ്മൾ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്, കാരണം അത് കാരണം ഇവിടെ വന്ന പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യാൻ പോണേ. കാരണം അവർ നമ്മളോട് പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് 2 പേര്. ഇവിടെ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അപ്പുറത്താറ് മാറി എന്ന് വെച്ചാൽ, അപ്പോൾ ആളെന്നോട് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുക, നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാകുന്നുണ്ട്. അപ്പോൾ ഓണറെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ നോക്കാം, കാരണം ആൾക്കാരോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നകത്ത്. കാരണം ആളകത്താണ്, അകത്ത് AC യിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലായിരുന്നു. ചായയൊക്കെ തന്ന് എനിക്ക്, പിന്നെ അത് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ നമ്മൾ വന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് പെട്രോൾ പമ്പ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇരിക്കണം. ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഇരുന്നിട്ടില്ല ഇതുവരെ, കാരണം പെട്രോൾ പമ്പിൻ്റെ അവിടെ നമ്മളത് യൂസ് ചെയ്യാൻ പറ്റില്ല മൊബൈലിൽ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ സൈക്കിൾ അതിൻ്റെ പുറകിലാണ് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ പുള്ളി പോണേ. ഓക്കെ, സൈക്കിള് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതിനെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ എവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പുള്ളി അവിടെ എവിടെയും സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓണറിൻ്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ പുള്ളി എടുക്കണ്ടെന്നാണ് പറഞ്ഞത്, കാരണം പുള്ളിക്ക് അതിനോട് താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം നമ്മൾ എടുക്കണ്ട, കാരണം പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കണ്ടല്ല. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സൈക്കിളുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കാം പുള്ളിനോട്. ഇവിടെ സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് നോക്കണം, കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്നല്ലെങ്കിൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡിൻ്റെ കാര്യം പുള്ളി നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് 9 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ തന്നിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും കാണിച്ചു തരാം. ഇതാണ്ട് ഈ ഒരു ഇവിടെയാണ് കിടക്കണത് നമ്മൾ. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇതാണ്ട് ചപ്പാത്തി ഉണ്ട്, പിന്നെ വേറൊരു കറി ഉണ്ട് കേട്ടോ, സാലഡ്, സബ്ജി. ദിസ് ഈസ് സബ്ജി, ദിസ് ഈസ് ചപ്പാത്തി. സബ്ജി ഒരു കറി ഉണ്ട് കേട്ടോ, സബ്ജി. ഓ മട്ടർ പനീർ, മട്ടർ പനീർ. आपका नाम? कमलेश पाल. कमलेश पाल, ओके. आल ഇവിടെ ഉണ്ട് വർക്ക് ചെയ്യണം. ഈ ഒരു आपका ये क्या है? यूपी वाराणसी. वाला अच्छा, बनारस से. ये मेरा पोल्यूशन सर्टिफिकेट. പൊല്യൂഷൻ ആള് ഇവിടെയാണ് പൊല്യൂഷൻ്റെ ഇതാണ് ചെയ്യണത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. കാരണം ഇന്ന് വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല, കാരണം പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, കമ്പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ see you, good night. See you, good night. अभी तो लंच लेने जा रहे हैं, dinner लेने जा रहे हैं अभी तो. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കാരണം ഇന്ന് വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്കിന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല വീഡിയോസൊന്നും കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.
പിന്നെ ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ മൈക്കില്ലാത്തതിൻ്റെ കുറേ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് നൈറ്റ്.